അറ്റ്ലാന്റയുടെ മണ്ണിൽ ചുവപ്പണിഞ്ഞ ചെകുത്താന്മാരുടെ ചോര തിളയ്ക്കുന്ന പടയോട്ടം. ആവേശ പോരാട്ടത്തിൽ കരുത്തരായ സെനഗലിനെ 3-2 തറപറ്റിച്ച് ബെൽജിയം 2026 ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തിരിക്കുകയാണ്. ലോക ഫുട്ബോളിലെ കറുത്ത കുതിരകൾ എന്ന് അവരെ പലരും വിളിച്ചു. തങ്ങളുടെ കരുത്തുകൊണ്ട് ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം വരെ പിടിച്ചടുക്കിയ ചരിത്രം. ഗ്രൗണ്ടിൽ ചുവപ്പണിഞ്ഞ് എതിരാളികളുടെ നെഞ്ചിലേക്ക് ഇരച്ചു കയറുന്നത് കൊണ്ട് തന്നെ ഫുട്ബോൾ ലോകം അവരെ സ്നേഹത്തോടെ വിളിച്ചു ദി റെഡ് ഡെവിൾസ്. അതാണ് ബെൽജിയം. 21-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണ് ലോകം കണ്ട ഏറ്റവും ഭയാനകമായ ഒരു ഗോൾഡൻ ജനറേഷൻ ബെൽജിയത്തിൽ പിറവിയെടുക്കുന്നത്. മധ്യനിരയിൽ മാന്ത്രികന്മാരും വിങ്ങുകളിൽ കൊടുങ്കാറ്റും എതിർ ബോക്സുകളെ വിറപ്പിക്കാൻ കെൽപ്പുള്ള വേഗതയും ഒത്തുചേർന്നപ്പോൾ പേരുകേട്ട ഏതു വമ്പന്മാരും ഭയക്കുന്ന തരത്തിലുള്ള ഒരു പടയായി അവർ മാറി. അവരുടെ സുവർണ കാലഘട്ടത്തിന്റെ പൂർണ്ണത നമ്മൾ കണ്ടത് 2018 റഷ്യൻ ലോകകപ്പിലാണ്. ക്വാർട്ടർ ഫൈനലിൽ കിരീട പ്രതീക്ഷകളുമായി എത്തിയ ബ്രസീലിനെ 2-1 ഗോളിന് തകർത്ത് തരിപ്പണമാക്കിയ ബെൽജിയം കരുത്ത് ഫുട്ബോൾ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചു. എന്നാൽ സെമി ഫൈനലിൽ ഫ്രാൻസിന് മുന്നിൽ നിർഭാഗ്യം കൊണ്ട് വീണുപോയ അവർക്ക് 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. എങ്കിലും വർഷങ്ങളോളം ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് അവർ ലോക ഫുട്ബോളിന്റെ നെറുകയിൽ തന്നെ നിന്നു. പക്ഷേ കാലം ആ സുവർണ തലമുറയ്ക്കും ഒരസ്തമയം കുറിച്ചു. ഈഡൻ ഹസാർഡിന്റെ അകാലത്തിലുള്ള വിരമിക്കലും പ്രമുഖ താരങ്ങളുടെ പരിക്കുകളും ഫോമില്ലായ്മയും തൊട്ടടുത്ത ലോകകപ്പിൽ ബെൽജിയത്തെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താക്കുന്ന ദൂരത്തിലേക്ക് തള്ളിവിട്ടു. ഒരു വലിയ കിരീടം പോലും നേടാനാകാതെ ആ സുവർണ തലമുറ കളം വിട്ടത് ആരാധകരുടെ മനസ്സിലെ വലിയൊരു നോവായി മാറി. എന്നാൽ ചരിത്രം അവിടെ അവസാനിക്കുന്നില്ലല്ലോ. ഇന്ന് ജെറാമി ദോക്കുവും ലോയിസ് ഒപ്പന്റെയും അടങ്ങുന്ന അതിവേഗക്കാരായ ഒരു പുതിയ തലമുറയിലേക്ക് ബെൽജിയം കളം മാറ്റിയിരിക്കുകയാണ്. അനുഭവ സമ്പന്നനായ കെവിൻ ഡി ബ്രൂയിന്റെ തന്ത്രങ്ങൾക്കൊപ്പം ഈ യുവരക്തത്തിന്റെ വേഗതയും കൂടിച്ചേരുമ്പോൾ നഷ്ടപ്രതാപം തിരിച്ചെടുക്കാൻ തന്നെയാണ് റെഡ് ഡെവിൾസ് കൂട്ടുകിട്ടുന്നത്. അതെ, ചുവപ്പണിഞ്ഞ ആ ചെകുത്താൻ പട ഒരിക്കലും അടങ്ങിയിരിക്കില്ല. പുതിയൊരു യുഗത്തിനായി അവർ വീണ്ടും വരികയാണ്. ഇനി അവർ ലോക കിരീടത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യമിടുന്നില്ല.